ഇപ്പൊ കാനഡയിൽ കുറച്ച് ചിലവൊക്കെ കൂട്ടി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു. അത് എല്ലാ രാജ്യങ്ങളും ഒരു ചേഞ്ചസിലാണ്. ഇമിഗ്രേഷൻ നയങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഈസി അല്ല ഇനിയുള്ള വർഷങ്ങൾ ഇവരുടെ കുടിയേറ്റവും. പോയവർ രക്ഷപ്പെട്ടു, ഓൾമോസ്റ്റ് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ സെറ്റിൽമെന്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഇവ പഠിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യലി സൗണ്ട് ആർക്കും പഠിക്കാൻ പോവാം, പക്ഷെ അതിന് ശേഷമുള്ള ജോലി കണ്ടെത്തുക, ശേഷമുള്ള പെർമനന്റ് റെസിഡൻസിയാണ് അവർക്ക് ഏറ്റവും വലിയ ഇമിഗ്രേഷൻ കൗൺസിലിംഗ് ആണ്. അതായത് ഇത് ഒരു ഈസി പ്രോസസ് അല്ലെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, മീഡിയയിൽ കാണുന്ന ആളുകൾ കുടിയേറുകയാണെന്നാണ് പറയുക. പക്ഷേ ഈ കുടിയേറ ഒരു ബിഹൈൻഡ് സെൻസ് എന്ന് പറയുന്നത് അവരെ ഓൾമോസ്റ്റ് 2-3 വർഷം അതിനു വേണ്ടി കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യണം. ഇവിടെ നിന്ന് പോകുന്ന പ്രൊഫഷണൽസ് അതേപോലെ പഠിക്കുന്നവരാണെങ്കിൽ അവർ ഡേ 1 കാനഡയിൽ എത്തുന്നത് മുതൽ അവർ അവരുടെ റെസിഡൻസിയും ജോലിയെ പറ്റി ചിന്തിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങൾ 2028-29 അവിടുന്ന് കുടിയിറങ്ങുന്ന ഒരു സ്ഥിതി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 25-30 ലക്ഷം മുടക്കി പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് വെറുതെ ആയിപ്പോവും. പല കോഴ്സുകൾ ഉദാഹരണം പറഞ്ഞാൽ അവിടെ പോസ്റ്റ് വർക്ക് പെർമിറ്റ് കിട്ടാത്ത പല കോഴ്സുകൾ ഇവിടുന്ന് കുട്ടികൾ എടുത്ത് പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. 5000 സ്റ്റുഡൻസിനെ ഞങ്ങൾ വിടുന്നു, 6000 പേരെ ഞങ്ങൾ വിടുന്നു, ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ കോമ്പറ്റീഷൻ സംഭവിച്ചു പോകുന്നത് ഒരു വാല്യൂ ഇല്ലാത്ത കോഴ്സുകൾ എടുക്കുകയും അവർക്ക് അവിടെ റെസിഡൻസിയോ ജോലിയോ കിട്ടാതെ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പല കുട്ടികളും നമ്മൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, അവിടെ എത്തിയ ശേഷം അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അജുവിന്റെ അഭിപ്രായത്തിൽ അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടുമോ, അതിന് പറ്റുന്ന കോഴ്സാണോ സെലക്ട് ചെയ്യേണ്ടത്? അതേപോലെ തന്നെ അവർക്ക് അവിടെ ജോലി കിട്ടുന്ന പ്രോഗ്രാം ആണോ സെലക്ട് ചെയ്യുന്നത്? ഈ ജോലി എന്ന് പറയുന്നത് എക്സാമ്പിൾ ഒന്ന് നമുക്ക് പറയാം, ഈ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് എടുത്ത് വളരെ ഈസി കോഴ്സ് ആണ് എടുത്തു പോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ബിസിനസ് മാനേജ്മെന്റ് പലർക്കും ജോലി കിട്ടാറില്ല. അവരൊക്കെ റെസ്റ്റോറന്റിലും അവിടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വീണ്ടും ജോലി ചെയ്ത് അവർ റെസിഡൻസി കണ്ടെത്താതെ നാട്ടിൽ ഈ പറയുന്ന തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ കാനഡയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2028-29 ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന കോഴ്സ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, നല്ല കോഴ്സ് സെലക്ഷൻ ശ്രദ്ധിക്കണം. PR-ന്റെ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാവൂ, അതിന് ശ്രമിക്കാവൂ. അല്ലെങ്കിൽ അതൊരു നഷ്ടമാണ്, വളരെ നഷ്ടമാണ്. 25 ലക്ഷം മുടക്കി കോഴ്സുകൊണ്ട് നാട്ടിൽ വന്ന പേപ്പറിന് കപ്പലിന്റെ കൂടി വാല്യൂ ഉണ്ടാവില്ല.